Hello, welcome to Learnino. അപ്പോൾ നമുക്ക് ലൈഫ് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ 10ാമത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈസ് എ ക്രീപ്പർ? തന്നിരിക്കുന്നതിൽ ഏതാണ് ക്രീപ്പർ ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്? സൺഫ്ലവർ ആണോ, റോസ് ആണോ, ജാസ്മിൻ ആണോ, ഹിബിസ്കസ് ആണോ? സൺഫ്ലവർ അല്ലാന്നറിയാം അല്ലേ, ക്രീപ്പ് ചെയ്ത് പോകുന്നതല്ല ഈ പറയുന്ന സൺഫ്ലവറും റോസും ഹിബിസ്കസും. അപ്പോൾ അവിടെ ഏതാണുള്ളത്? ജാസ്മിൻ ആണ് ക്രീപ്പ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ ക്രീപ്പിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു പെരനിയൽ വൈൻ വിത്ത് എ ട്രൈലിംഗ് ഓർ ക്ലൈംബിംഗ് ഹാബിറ്റ്. അതിന് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകാനുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും. അങ്ങനെ പടർന്ന് പന്തലിക്കുന്ന തരത്തിലുള്ള ചെടികളാണ് ഈ പറയുന്ന ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ജാസ്മിൻ. അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റിൽ ക്രീപ്പറാണ് ഏത്? ജാസ്മിൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ആനിമൽസ് വിത്ത് ദെയർ എൻവയോൺമെന്റ് ഈസ് കോൾഡ്. അപ്പോൾ അതായത് അനിമൽ ജീവിക്കുന്ന എൻവയോൺമെന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഇക്കോളജി, ഈത്തോളജി, ക്ലൈമറ്റോളജി, എൻഡമോളജി. ഏതാണ്? അത് ഇക്കോളജിയാണ് അല്ലെ. ഇക്കോളജി, എക്കോസിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അനിമലും അവിടുത്തെ എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഇക്കോളജി. ഈത്തോളജി പറഞ്ഞാൽ എന്താ? അവിടെ അതായത് നോൺ ഹ്യൂമൻ അനിമൽസ്, അതായത് മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള അനിമൽസിന്റെയും ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത് ഏത് ശാസ്ത്രശാഖയിലൂടെയാണ്? ഈത്തോളജിയിൽ കൂടെയാണ്. അടുത്തത് ക്ലൈമറ്റോളജി. ക്ലൈമറ്റോളജി പേര് തന്നെ ഉണ്ടല്ലോ, ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. എൻഡമോളജി നമ്മൾ കോഡ് പറഞ്ഞു മടുത്തു അല്ലെ. എൻഡമോളെ അതേതാണ്? ഇൻസെക്ടോളജി. ഇൻസെക്റ്റുകളെ കുറിച്ചിട്ടുള്ള പഠന ശാഖയാണ് എൻഡമോളജി എന്ന് പറയുന്നത്. അടുത്തത്, വേർ ഈസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഉള്ളത്? പാൻക്രിയാസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നമ്മൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. On the top of kidneys, in the intestine, near the spleen, at the base of the brain. അപ്പോൾ പിറ്റ്യൂട്ടറി പറയുമ്പോൾ ബ്രെയിനിന്റെ അടുത്തുള്ള ഒരു ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ്. എല്ലാത്തിനെയും കൺട്രോൾ ഈ പറയുന്ന ആളുടെ കയ്യിലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതാണ് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഓറഞ്ച് കളറ് സ്പോട്ട്. അപ്പോൾ ഈ പറയുന്ന ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇതെല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്ക് രണ്ട് മുൻതളം പിന്തളം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതാണ് അടുത്തതിലുള്ളത്. ഇത് ആന്റീരിയറും ഇത് പോസ്റ്റീരിയറും ആണ്. അപ്പോൾ ആന്റീരിയർ എന്താ ചെയ്യുക? TSH ഹോർമോൺസിനെയൊക്കെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതുപോലെ അഡ്രിനോകോർട്ടിനോട്രോപ്സിൻ, അതുപോലെ പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ, ഗൊണാഡോട്രോപ്പിൻ, ഇത് ഓരോന്നും ഏതൊക്കെ അവയവങ്ങളിലെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റീരിയർ ആണെങ്കിൽ ഓക്സിറ്റോസിൻ മാമറി ഗ്ലാൻസിനെയും അതുപോലെ യൂട്രസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആന്റിഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്ന് പറഞ്ഞ കിഡ്നി ട്യൂബിൾസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ റെഗുലേറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഷുഗർ ഇൻ ദ ഹ്യൂമൻ ബോഡി? അത് എല്ലാവർക്കും അറിയാം അല്ലെ. ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, പാരത്തോർമോൺ, ഇൻസുലിൻ. ഇത് രണ്ടും സെക്സ് ഹോർമോൺ ആണ്. ഓപ്ഷൻ ഡി ഇൻസുലിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഇൻസുലിനും ഗ്ലൂക്കോഗോണിന്റെയും പ്രസൻസ് കാരണമാണ്. അപ്പൊ ഇനി ഓരോ ഹോർമോണിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാരാതൈറോയ്ഡ് ഹോർമോൺ. ദ പ്രിൻസിപ്പൽ ഓർ ചീഫ് സെൽസ് ഓഫ് ദ പാരാതൈറോയ്ഡ് പ്രൊഡ്യൂസ് പാരതൈറോയ്ഡ് ഹോർമോൺ ഓർ പാരത്തോർമോൺ എന്നതിന് പറയാറുണ്ട് കേട്ടോ. പാരതൈറോയ്ഡ് ഹോർമോണിനെ ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ബാലൻസ് ഇൻ ദ ബ്ലഡ് ആൻഡ് ദ ടിഷ്യൂസിലും ബ്ലഡിലൊക്കെ ഉള്ള കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ടു ഇൻക്രീസ് കാൽസ്യം റീഅബ്സോർപ്ഷൻ ഫ്രം ദ ഇൻറ്റസ്റ്റൈനിൽ നമുക്കറിയാം എല്ലാ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ വരുന്ന സമയത്ത് അതിന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ വലിച്ചെടുക്കണം അല്ലെ, ബ്ലഡിലേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ ഈ പറയുന്ന കാൽസ്യത്തിനെ പരമാവധി അവിടുന്ന് വലിച്ചെടുക്കാം. കാൽസ്യം റീഅബ്സോർപ്ഷന് വേണ്ടിയിട്ട് ആസ് വെൽ ആസ് ഫ്രം ദ നെഫ്രോൺസ് ഓഫ് ദ കിഡ്നി, അതായത് ഇൻറ്റസ്റ്റൈനിലും അതുപോലെ തന്നെ കിഡ്നിയിലെ നെഫ്രോൺസിൽ നിന്നെല്ലാം തന്നെ കാൽസ്യം റീഅബ്സോർപ്ഷൻ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഈ പറയുന്ന പാരത്തോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ടു ഇനീഷ്യേറ്റ് ബോൺ റിസർവേഷൻ, അതായത് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ഫ്രം ബോൺസിൽ നിന്നും ഈ പറയുന്ന കാൽസ്യത്തിന് റീഅബ്സോർബ് ചെയ്യാനായി സഹായിക്കുന്നുണ്ട്. ഇൻ കേസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ ഡ്രോപ്പ്, അതായത് ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിന്റെ ആ ഒരു ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാൽഷ്യം ലെവൽ ഇത്ര വേണമെന്നുണ്ടല്ലോ, അത് കുറയണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ബോണിൽ നിന്ന് റീഅബ്സോർബ് ചെയ്യും. ബോൺ അബ്സോർപ്ഷൻ ആണ് കേട്ടോ. ബോണിൽ നിന്ന് കാൽസ്യത്തിന് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന
പാരത്തോർമോൺ ആണ് സഹായിക്കുക. ഈസ്ട്രജൻ എന്ന് പറയുമ്പോൾ ഇൻ നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള ഫീമെയിൽസിന്, പ്രഗ്നന്റ് ആവാത്ത ഫീമെയിൽസിന് ദേ ആർ പ്രീഡോമിനന്റ്ലി സെക്രീറ്റഡ് ബൈ ദ ഓവറീസ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഓവറീസിലാണ്. പക്ഷേ പ്രഗ്നൻസി ആവുന്ന സമയത്ത് പ്ലാസന്റയാണ് ഈ പറയുന്ന ഈസ്ട്രജൻ പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യുക. നോൺ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ ഓവറീസും സെക്രീറ്റ് ചെയ്യും ഈസ്ട്രജൻ. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിലാണെന്നുണ്ടെങ്കിൽ പ്ലാസന്റ ആയിരിക്കും സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ശരിക്കും ഈസ്ട്രജൻ 3 ടൈപ്പ് ഉണ്ട്. ബീറ്റ ഈസ്ട്രാഡിയോൾ, ഈസ്ട്രോൺ, ഈസ്ട്രിയോൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും ആക്റ്റീവ് ആൻഡ് പ്രിൻസിപ്പൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറീസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ ഈസ്ട്രാഡിയോൾ ആണ്. ഇത് പ്രധാനമായിട്ടും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് ബ്രസ്റ്റ്, അതായത് ബ്രസ്റ്റിന്റെയും ഒവേറിയൻ ഫോളിക്കിൾസിന്റെ ഒക്കെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനൊക്കെ തന്നെ നല്ലോണം സഹായിക്കുന്നത് ഈ ഈസ്ട്രജൻ പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ്. സ്ത്രീ ഹോർമോൺ ആണ് അല്ലേ. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഹൈ പിച്ച് വോയിസ്. അപ്പൊ അങ്ങനെയുള്ള വോയിസ്, അതായത് വളരും തോറും പല മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. അപ്പൊ ആ പറയുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടാവാൻ സഹായിക്കുന്നത് ഈസ്ട്രജൻ പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ്. ദേ ഇൻഹിബിറ്റ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ആൻഡ് സ്റ്റിമുലേറ്റ് ബോൺ ഗ്രോത്ത്. അപ്പൊ ഇത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയെ കുറയ്ക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ബോണിന്റെ ഗ്രോത്തിനെ കൂട്ടുകയും ചെയ്യും. ഓസ്റ്റിയോപോറോസിസ് ഇൻ മെനോപോസൽ വുമൺ ഇസ് ബിക്കോസ് ഓഫ് റെഡ്യൂസ്ഡ് ഈസ്ട്രജൻ ലെവൽ. നമുക്കറിയാം മെനോപോസ് എത്തിയിട്ടുള്ള സ്ത്രീകളിലെല്ലാം ഓസ്റ്റിയോ പറഞ്ഞ എല്ല്, പോറോസിസ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എല്ല് ദ്രവിക്കുന്ന പോലെ. ഇപ്പോൾ ഉള്ള അത്രയും സ്ട്രോങ് ആയിരിക്കില്ല, കുറെ കഴിയുമ്പോൾ എല്ലൊക്കെ ദ്രവിച്ചു പോയി തുടങ്ങുമല്ലോ. എന്ന് പറഞ്ഞാൽ നല്ലോണം ദ്രവിക്കണു എന്നല്ല, അവിടെ ബലക്ഷയം വന്നു തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം മെനോപോസ് എത്തുമ്പോഴേക്കും ഈ പറയുന്ന ഈസ്ട്രജൻ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാണ്ടാവും. അങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. They also influences texture of skin and female sexual behavior. Female sexual behavior, ഫീമെയിലിന്റെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ തന്നെ ഈ പറഞ്ഞ ഈസ്ട്രജൻ ഹോർമോണിന്റെ കൺട്രോളിലാണ്. അടുത്തത് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലേ. ഗ്ലൂക്കോഗോൺ it increases the blood glucose level by initiating glycogenolysis, അതായത് and stimulating glyconeogenesis. അതായത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കോഗോൺ ആണ്. ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനും. ഓക്കെ, അപ്പൊ ഇൻസുലിന്റെ പരിപാടി നമുക്കറിയാം അല്ലെ. ഇൻസുലിൻ കുറയുന്നത് കൊണ്ടാണല്ലോ ഷുഗർ കൂടുതലാണ് ബ്ലഡിൽ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെയുള്ള ബ്ലഡിലുള്ള ഷുഗറിന്റെ വാല്യൂ അത് കുറച്ച് തരും. അപ്പോൾ ഷുഗറിന്റെ വാല്യൂ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആര് വേണം, ഗ്ലൂക്കോഗോൺ വേണം. ഗ്ലൂക്കോഗോൺ എന്താ ചെയ്യുക, ഗ്ലൈക്കോജിനോളിസിസ് നടത്താണ് ചെയ്യുക, അതായത് ഗ്ലൈക്കോജൻ ഡീഗ്രഡേഷൻ. ഓക്കെ, അപ്പോൾ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതായത് സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് പ്രധാനമായിട്ടും ഷുഗർ നമുക്ക് കിട്ടുക. പക്ഷേ നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മോളിക്യൂൾസ് നിന്നും ഗ്ലൂക്കോസ് അഥവാ ഷുഗർ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും ഗ്ലൂക്കോഗോൺ ആണ്. ആ പ്രോസസ്സാണ് എന്ത്, ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത്. അത് ലിവർ സെല്ലിലാണ് നടക്കുക കേട്ടോ. സിൻസ് ഇറ്റ് ഇൻക്രീസസ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഇറ്റ് ഈസ് ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഹൈപ്പർ പറഞ്ഞാൽ കൂടുക, ഗ്ലൈസീമിക് പറഞ്ഞാൽ ഗ്ലൂക്കോസ്. അപ്പൊ ഹൈപ്പർ അങ്ങനെ കൂടുതൽ ഷുഗർ ലെവൽ ആക്കുന്നത് ഈ പറയുന്ന ഗ്ലൂക്കോഗോൺ ആണ്. ഇറ്റ് ഓൾസോ ഇനീഷ്യേറ്റ്സ് ലിപ്പോലിസിസ്, അതായത് ലിപ്പിഡിന്റെ ഡീഗ്രഡേഷനും സഹായിക്കുന്നുണ്ട്. ഇതിന്റെ അഡിപ്പോസ് ടിഷ്യൂസ്. അപ്പൊ അഡിപ്പോസ് ടിഷ്യൂസിൽ ലിപ്പോലിസിസ് അഥവാ ഡീഗ്രഡേഷൻ ഓഫ് ലിപ്പിഡ് സഹായിക്കുന്നുണ്ട്. ഹൈപ്പർ ഗ്ലൈസീമിക് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോനിയോജനസിസ് അല്ലെ, ലിവർ സെല്ലുകളിൽ നോൺ കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലൈക്കോജനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യും. ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസുലിൻ തന്നെ ഓപ്പോസിറ്റ് അല്ലേ. ഇറ്റ് ഈസ് റിലീസ്ഡ് വെൻ ദ ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ് റൈസസ്. ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കഴിഞ്ഞാലാണ് ഇൻസുലിൻ ഉണ്ടാവുക. ഇറ്റ് ലോവേഴ്സ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവലിൽ പല രീതിയിൽ അത് കുറയ്ക്കുന്നുണ്ട്. ഇൻക്രീസിംഗ് ദ അപ്ടേക്ക് ഓഫ് glucose by all the cells in the body, initiating glycogenesis in the liver and muscle. അതായത് ലിവറിലും മസിലിലും ഗ്ലൈക്കോജനസിസ് അഥവാ ഗ്ലൈക്കോജനെ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് ദ അപ്ടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, അതായത് ബോഡിയിലുള്ള പല സെല്ലുകളും ഈ പറയുന്ന ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സും കൂടി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ സെല്ലിലേക്ക് ഗ്ലൂക്കോസ് പോയാൽ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമല്ലോ. അങ്ങനെ ഇൻസുലിൻ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കും. അതുപോലെ ഇത് ലിപ്പോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ട്. അതായത് സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ഓഫ് ഫാറ്റ്സ്. ലിപ്പിഡ്സും ഫാറ്റും എല്ലാം തന്നെ
അത് രണ്ടും സിന്തസിസ് ചെയ്യാനുള്ള ആ പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ഇൻ അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ അഡിപ്പോസ് ടിഷ്യൂസിൽ ഈ പറയുന്ന ലിപ്പിഡ്സും ഫാറ്റും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഗ്ലൂക്കോനിയോജനസിസിനെ ഇൻഹിബിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിക്, കുറവ്, ഗ്ലൈസീമിക് പറഞ്ഞാൽ ഷുഗർ കുറയുക എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇവിടെ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ഹോർമോണാണ് ഈ പറയുന്ന ഇൻസുലിൻ. ഇങ്ങനെ കുറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിക് കണ്ടീഷനും വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ. ആസ് ഇറ്റ് റെഡ്യൂസസ് ഷുഗർ ലെവൽസ്, ബ്ലഡിൽ അത്രയും ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ അത് നിലനിർന്ന് പോകേണ്ടതാണ്. ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഹോർമോൺസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. സെക്കൻഡറി ആയിട്ടുള്ള സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. ലേഡിക് സെൽ ഓഫ് ടെസ്റ്റിസിലുള്ള ലേഡിക് സെല്ലുകളാണ് ഈ പറയുന്ന ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോജൻസ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ അഡ്രീനൽ കോർട്ടെക്സ് ഓഫ് ദ അഡ്രീനൽ ഗ്ലാൻഡ് ആൻഡ് ഓവറീസ്. അതുപോലെ ഓവറീസും അഡ്രീനൽ ഗ്ലാൻഡിലെ അഡ്രീനൽ കോർട്ടെക്സ് എന്നുള്ള ഭാഗവും നമ്മളത് പഠിക്കും പിന്നീട്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കും. ഇങ്ങനെ കിഡ്നിയിലെ മുകളിൽ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കോർട്ടെക്സ് എന്നുള്ള ഭാഗമാണ് ഈ പറയുന്ന ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഓവറീസിനെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് മോസ്കിറ്റോസ്? മോസ്കിറ്റോസിന്റെ ബയോളജിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ്? ഓയിൽ, ഓയിൻമെന്റ്, ഗംബൂസിയ, DDT. അപ്പൊ ഇതിൽ ഗംബൂസിയ എന്നുള്ള പ്രോസസ്സ്, അതാണ് ഗംബൂസിയ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് മോസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ബയോളജിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. വിച്ച് ഈസ് ദ ഓൺലി മസിൽ ഇൻ ദ ഹ്യൂമൻ ബോഡി ദാറ്റ് ഈസ് നോട്ട് അറ്റാച്ച്ഡ് അറ്റ് ബോത്ത് ദ എൻഡ്സ്? നമ്മുടെ ബോഡിയിൽ രണ്ട് എൻഡിലും കണക്റ്റഡ് അല്ലാത്ത ഒരു മസിൽ? ബൈസെപ്സ് രണ്ട് സൈഡും കണക്റ്റഡ് ആണ്. ട്രൈസെപ്സ് കണക്റ്റഡ് ആണ്. അഡക്ടർ കണക്റ്റഡ് ആണ്. ടങ് അല്ലെ ഒരു സൈഡ് മാത്രം കണക്റ്റഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മറ്റേ സൈഡ് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് അല്ലെ. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയുടെ മസിലാണ്. അതൊരിക്കലും രണ്ട് എൻഡ് അറ്റാച്ച്ഡ് ആയിട്ടില്ല, ഒരൊറ്റ എൻഡ് മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള. ഓപ്ഷൻ എ ടങ്. അടുത്ത ക്വസ്റ്റ്യൻ, മഷ്റൂം ഈസ് എ. മഷ്റൂമിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം മഷ്റൂം അത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അനിമൽ ആണോ, സ്ലൈം മൗൾഡ് ആണോ, പ്ലാന്റ് ആണോ? അല്ല, അത് ഫംഗസ് വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ് മഷ്റൂം എന്ന് പറയുന്നത്. അയോഡിൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഡാഷ് ഇൻ ഫുഡ്. അയോഡിൻ എന്ന് പറയുന്നത് നമ്മൾ ഫാറ്റ്, വിറ്റാമിൻ, പ്രോട്ടീൻ, സ്റ്റാർച്ച് ഈ നാലെണ്ണത്തിൽ ഏതിന്റെ പ്രസൻസ് ഫുഡിൽ ഉണ്ടോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി അയോഡിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മൾ കഞ്ഞിവെള്ളം അല്ലെ, കഞ്ഞിവെള്ളത്തിൽ നീല കളർ ആവുന്നത് അതിൽ അയോഡിന്റെ പ്രസൻസ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ അത് ഏതാ? അവിടെ കഞ്ഞിവെള്ളത്തിൽ എന്താ ഉള്ളത്? സ്റ്റാർച്ച് ഉള്ളത്. ഓപ്ഷൻ ഡി സ്റ്റാർച്ച് ആണ് ഉള്ളത്. അടുത്തത്, ആർത്രൈറ്റിസ് ഈസ് എ ഡിസീസ് ദാറ്റ് അഫക്ട്സ് ദ. ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഡിസീസ് എന്തിനെ അഫക്ട് ചെയ്യുന്ന? കിഡ്നീസ്, ലങ്സ്, ജോയിന്റ്സ്, ബ്രെയിൻ. ഏതിനെയാണ്? കിഡ്നിയും ലങ്സും ബ്രെയിനും അറ്റാക്ക് ചെയ്യുന്ന ഒന്നല്ല, അഫക്ട് ചെയ്യുന്ന ഒന്നല്ല. അത് ജോയിന്റ്സിനെ, ബോഡി നമ്മുടെ എല്ലാ ജോയിന്റ്സിനെ ആണ് അഫക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പണന്റ് ഇമ്പോർട്ട്സ് ഗ്രീൻ കളർ ടു ലീവ്സ്? ലീവ്സിന് പല കളേഴ്സ് ഉണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ കാണുന്നത് ഗ്രീൻ കളർ. ഈ പറഞ്ഞ ഗ്രീൻ കളർ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? നൈട്രജൻ ആണോ, ക്ലോറോഫിൽ ആണോ, യൂറിയ ആണോ, വാട്ടർ ആണോ? ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെന്റ് കാരണമാണ് ഗ്രീൻ ലീവ്സിന് ഗ്രീൻ കളർ കിട്ടുന്നത്. അതുപോലെ ഓരോരോ കളേഴ്സ് വരുമ്പോൾ സാന്തോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ, അങ്ങനെ ഏത് കളറാണോ വരുന്നത്, ഏത് കളർ പിഗ്മെന്റ് ആണോ വരുന്നത് അതിനനുസരിച്ച് ആ ഒരു ലീഫിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഈ ക്ലോറോഫിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് മെഗ്നീഷ്യം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. താങ്ക് യു.